1 മണിക്കൂറിലേറെ സഞ്ചരിച്ച ശേഷം പോലീസ് വാൻ നിൽക്കുന്നു. പുറത്ത് ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒരു 2-3 പോലീസുകാർ വന്ന് ആ വാൻ്റെ കതക് തുറക്കുന്നു. പുറത്തിറങ്ങി ഞങ്ങൾ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് നോക്കിയപ്പോൾ അന്തം വിട്ടുപോയി. തിഹാർ ജയിലിൻ്റെ മുന്നിലാണ്. വേണു രാജാമണി, നയതന്ത്രജ്ഞൻ, പ്രസംഗകൻ, പത്രപ്രവർത്തകൻ, സംഘാടകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ മലയാളി. നെതർലാൻഡ്സിലെ ഇന്ത്യൻ അംബാസിഡറും ഹോങ്കോങ്, ബെയ്ജിംഗ്, ജനീവ, ദുബായ്, വാഷിംഗ്ടൺ തുടങ്ങിയ ഇടങ്ങളിൽ നയതന്ത്രജ്ഞനുമായിരുന്ന IFS-കാരൻ. പെൺകുട്ടികളുടെ അടുത്ത് അവരുടെ ഈ കോട്ടിൻ്റെ തലയുടെ മുകളിലുണ്ടായിരുന്ന ആ ഒരു ഭാഗം താഴോട്ടാക്കി അവരുടെ മുടിയൊക്കെ പുറത്തേക്ക് എടുക്കാനായിട്ട് ഇയാൾ പറഞ്ഞു. ഇയാളുടെ ഉദ്ദേശം നമ്മുടെ സൈഡിൽ ഇവിടെ വിസിറ്റേഴ്സായിട്ട് സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്ന് ബൈനോക്കുലസിൽ കൂടെ നമ്മൾ നോക്കിയിരിക്കുന്ന ചൈനീസ് സോൾജേഴ്സിനെ കാണിക്കുക എന്നുള്ളതായിരുന്നു. ഇത് വേണു രാജാമണിയുടെ ജീവിതാനുഭവങ്ങളാണ്. അപ്പോൾ ഈ പൂജാരി ആകെ അന്തം വിട്ടുപോയി. ഇന്ത്യയിൽ നിന്നും ഇങ്ങനെ താമസിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വരുന്നു എന്നുള്ളത്. പുള്ളിക്ക് ഉടനെ ഭയങ്കര സംശയവും. നിങ്ങൾ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിട്ടാണോ വന്നത്? നിങ്ങൾക്ക് വീസയുണ്ടോ? നിങ്ങൾക്ക് പാസ്പോർട്ടുണ്ടോ? വേറെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ട് ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടി വന്ന ആളാണ്? എനിക്കൊരു 100 ക്വസ്റ്റ്യൻസ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ നാളുകൾ. PT തോമസ് മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് റോഡിലേക്ക് നടന്ന് വരുമ്പോൾ ഒരു SFI-കാരൻ ഒരു ജാവലിൻ എടുത്ത് ഒരു കുത്ത്. നയതന്ത്രജ്ഞനായിരുന്ന കാലത്തെ സംഭവങ്ങൾ. പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന പൈലറ്റ് പറയുകയാണ്, എയർക്രാഫ്റ്റിലെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ചൈനയിൽ അദ്ദേഹത്തിൻ്റെ തോക്കും 6 റൗണ്ട് ബുള്ളറ്റും മറന്നുപോയി വെച്ചിട്ട് പോയിരിക്കുന്നു. അയാളിപ്പോൾ പ്ലെയിനിലാണ്. മറക്കാനാകാത്ത വ്യക്തികൾ. പ്രസിഡന്റ് വെങ്കട്ടരാമൻ ആഗ്രഹിച്ചിരുന്നത് ഒരു കറുത്ത ഷെർവാനി ഇടുക എന്നുള്ളതാണ് ആ ചടങ്ങിൽ. ജയശങ്കർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ കറുത്ത ഷെർവാനി ഊരിപ്പിച്ച് പ്രസിഡന്റ് അന്ന് ആ റിസപ്ഷനിൽ കടം മേടിച്ച ഷെർവാനി ഇട്ടുകൊണ്ട് പങ്കെടുത്തു. ദീർഘകാലം നയതന്ത്രജ്ഞനും പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരിക്കെ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറിയുമായിരുന്ന വേണു രാജാമണി തന്റെ ജീവിതം പറയുന്നു. 1983 മെയ് മാസം ഡൽഹിയിൽ ഉഷ്ണതരംഗം വീശുന്ന ഒരു സായാഹ്നം ഞാനും എന്നോടൊപ്പം JNUവിൽ പഠിച്ചിരുന്ന ഏകദേശം 50 വിദ്യാർത്ഥികളും ഒരു പോലീസ് വാനിൽ ഇങ്ങനെ നീങ്ങുകയാണ്. ഏകദേശം രാത്രി 10 മണിയോളം ആയി കാണണം. ഒരു 1 മണിക്കൂറിലേറെ സഞ്ചരിച്ച ശേഷം പോലീസ് വാൻ നിൽക്കുന്നു. പുറത്ത് ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒരു 2-3 പോലീസുകാർ വന്ന് ആ വാൻ്റെ കതക് തുറക്കുന്നു. ഞങ്ങളോടെല്ലാം ബാഹർ നിക്കലോ എന്ന് അട്ടഹസിച്ചുകൊണ്ട് പറയുന്നു. ഞങ്ങളെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അവർ ഓർഡർ ചെയ്യുന്നു. പുറത്തിറങ്ങി ഞങ്ങൾ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് നോക്കിയപ്പോൾ അന്തം വിട്ടുപോയി. തിഹാർ ജയിലിൻ്റെ മുന്നിലാണ്. ഡൽഹിയിലെ ചാൾസ് സോബരാജും ഏറ്റവും അറിയപ്പെടുന്ന ക്രിമിനൽസിന് സാധാരണ തടവിലാക്കുന്ന തിഹാർ ജയിലിന് മുന്നിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. സാധാരണ ഒരു ജയിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വലിയ ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഗേറ്റ് മുന്നിലുണ്ട്. അതിനുള്ളിൽ ഒരു ചെറിയൊരു ഗേറ്റുണ്ട്. ആ ചെറിയ ഗേറ്റിലൂടെയാണ് അകത്തേക്ക് കടക്കേണ്ടത്. അതിനകത്തേക്ക് ഞങ്ങൾ എല്ലാവരെയും മുന്തിത്തള്ളി കടത്തി. വളരെ പെട്ടെന്ന് തന്നെ വേറെ വാനിൽ ഏകദേശം 800ഓളം വിദ്യാർത്ഥികൾ, ബാക്കിയുള്ള ഞങ്ങളുടെ JNU വിദ്യാർത്ഥികൾ, ഞങ്ങളെല്ലാവരും ഒരു സമരത്തിൻ്റെ ഭാഗമായി അവിടെ പോലീസുകാർ ഞങ്ങളെ അറസ്റ്റ് ചെയ്തതാണ്. ഞങ്ങളെല്ലാവരെയും അവിടെ തിഹാർ ജയിലിലെത്തി. തിഹാർ ജയിലിൽ എത്തിയപ്പോൾ എന്താ സ്ഥിതി? അവിടുത്തെ ചില ഓഫീസേഴ്സ്, ചില മേധാവിമാർ അവരിങ്ങനെ കസേരയിലിരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആരാണ് ഇവന്മാർ? വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ സമ്പന്നർ, എല്ലാവർക്കും ഡിഗ്രി ഉള്ളവരാണ്. JNU എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് എല്ലാവരും മറ്റ് പല ഇന്ത്യയുടെ ഭാഗങ്ങളിൽ നിന്നും
പല ഡിഗ്രീസ് എടുത്തു കഴിഞ്ഞ് വരുന്ന ഒരു സ്ഥാപനമാണ്. എന്തായാലും അവിടുത്തെ തിഹാർ ജയിൽ ഓഫീസേഴ്സിന് ഒട്ടും പിടിച്ചില്ല ഈ JNU വിദ്യാർത്ഥികൾ തിഹാർ ജയിലിലെത്തി എന്നുള്ളത്. അപ്പോൾ ആദ്യമായി തന്നെ ഒരു 3rd ഡിഗ്രി 3ാം മുറ തന്നെയാണ് അവർ ചെയ്യാമെന്ന് ഉള്ളൊരു തീരുമാനം അവരിൽ ഏറ്റവും പ്രധാനി ആയിരുന്ന ആൾ തീരുമാനിച്ചത്. ഞങ്ങളെല്ലാവരോടും ഓർഡർ ചെയ്തു, തറയിലിരിക്കുക, കുത്തിയിരിക്കുക, നിങ്ങൾ ആരും എണീക്കരുത്. അത് തന്നെ ഒരു പണിഷ്മെൻറ്റിൻ്റെ തുടക്കമാണ്. എന്നിട്ട് അവിടെ വെച്ച് അവർ ഓരോ വിദ്യാർത്ഥിയുടെയും പേരും അച്ഛൻ്റെ പേരും മേൽവിലാസവും എല്ലാം എടുത്തു തുടങ്ങി. JNU വിദ്യാർത്ഥികളായിരുന്നതുകൊണ്ട് അവരിൽ ഭൂരിഭാഗം ആൾക്കാരും അറിയാമായിരുന്നു ഇതൊരു അപകടത്തിലേക്കുള്ളൊരു പോക്കാണ്. ഈ പേരും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. മാത്രമല്ല വളരെ മിടുക്കന്മാരും കഴിവുള്ള വിദ്യാർത്ഥികളുമായതുകൊണ്ട് അവരിൽ പലരും സിവിൽ സർവീസസ് പരീക്ഷ എഴുതി IASലും IPSലും IFSലും എല്ലാം ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്. മെയ് മാസമായതുകൊണ്ട് ജൂണിലാണ് സാധാരണ സിവിൽ സർവീസസിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ മാസം മെയ് മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അവരെല്ലാവരും, അല്ലെങ്കിൽ അവരിൽ 99% ആൾക്കാരും അവരുടെ പേര് പറഞ്ഞത് കള്ളപ്പേരായിരുന്നു. വീട്ടുപേരും എല്ലാ ഡീറ്റെയിൽസും അവർ ഫോൾസിഫൈ ചെയ്ത് അന്ന് കൊടുത്തു. എന്താണ് ഭവിഷ്യത്ത് എന്നറിയാത്തതിൻ്റെ ഒരു ഭയവും ആശങ്കയും കാരണമാണ് ആ വിദ്യാർത്ഥികൾ അങ്ങനെ അത് ചെയ്തത്. അപ്പോൾ ഇത് മുഴുവൻ കുറിച്ചെടുത്തിട്ട് പോലീസുകാർ ഈ വിദ്യാർത്ഥികളെ കുത്തിയിരിക്കണമെന്ന് നിർബന്ധിച്ച ആ വിദ്യാർത്ഥികളെ എണീപ്പിച്ച് തിഹാർ ജയിലിലെ അകത്ത കവാടത്തിലൂടെ കടത്തി ഞങ്ങൾ തിഹാർ ജയിലിലെ അകത്തേക്ക് കൊണ്ടുപോയി. ഏകദേശം ഒരു 100-150 വിദ്യാർത്ഥികൾക്ക് തറയിൽ കിടക്കാൻ സ്ഥലമുള്ള ഒരു വലിയൊരു വാർഡിലാണ് ആദ്യം കൊണ്ടുപോയി താമസിപ്പിച്ചത്. അന്ന് ഞങ്ങളെത്തിയത് വളരെ വൈകിയതുകൊണ്ട് അന്ന് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അടുത്ത ദിവസം രാവിലെ ആദ്യം അവിടെ പുറത്ത് ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പിൽ ചെന്ന് പല്ലിയിക്കാൻ ടൂത്ത് പേസ്റ്റ് ഒന്നും ഇല്ല. എല്ലാവരും വിദ്യാർത്ഥി സമരത്തിന് പോയി നേരെ തിഹാർ ജയിലിൽ വന്ന് ലാൻഡ് ചെയ്തതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായിട്ട് കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അവിടെ ക്യൂ നിന്ന് പോകണം. ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പിൽ പല്ല് കഴുകണം, മുഖം കഴുകണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പാത്രം, വെറും ഒരു പ്ലേറ്റ്, ഒരു തകരം കൊണ്ടുള്ള ഒരു പ്ലേറ്റ്, അതാണ് എല്ലാവർക്കും തരുന്നത്. ഒരു സ്ഥലത്ത് പോയി ക്യൂ നിന്ന് അവിടെ നിന്നും ചപ്പാത്തിയും ഡാലും, അവിടുത്തെ സാധാരണ റെസ്ട്രിക്റ്റഡ് റിഗറസ് ഇംപ്രിസൺമെൻറ്റിന് ഉള്ള പ്രിസണേഴ്സാണ് ബാക്കിയുള്ള പ്രിസണേഴ്സിനെ സേവിക്കുന്നത്. അപ്പോൾ ഈ റിഗ്രസ് ഇംപ്രിസ്മെൻ്റ് ഉള്ള ചില പ്രിസണേഴ്സാണ് അവിടെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ഈ ഞങ്ങൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിസണേഴ്സിനും ഭക്ഷണം നൽകുന്ന. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ബേസിക്കായ ഒരു ചപ്പാത്തിയും ഡാലും മാത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം നൽകി ഞങ്ങളെല്ലാവരും ക്യൂവിൽ നിന്ന് ഇനി അടുത്ത പടി എന്താ സംഭവിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. എന്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ അന്നത്തെ ഡൽഹി സർക്കാരിൻ്റെ ഡൽഹി ഗവർണർ ജഗ്മോഹനായിരുന്നു, അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയോട് ഒരുപാട് അടുപ്പമുള്ള ആൾ. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഏകദേശം 1 വർഷം മുമ്പ് ഇന്ദിരാഗാന്ധി ക്യാമ്പസിൽ ഒരു പരിപാടിക്ക് വന്നിരുന്നപ്പോൾ അന്നത്തെ വിദ്യാർത്ഥി യൂണിയൻ്റെയും അവിടുത്തെ ഇടതുപക്ഷ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയെ ബഹിഷ്കരിച്ചിരുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു ബോയ്ക്കോട്ട് പ്രഖ്യാപിച്ച് അവരുടെ പ്രോഗ്രാമിനുള്ളിൽ ഒരുപാട് അലങ്കോലമെല്ലാം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ എണീറ്റിരുന്ന് കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പകപോക്കലാണെന്ന് ഗ്രാജുവലി സ്റ്റുഡൻസിന് മനസ്സിലായി തുടങ്ങി. മനഃപൂർവ്വം ഒരു വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ, ഈ വിദ്യാർത്ഥികൾ ആരും ഒരു വിധത്തിലും അക്രമാസക്തരായിരുന്നില്ല. എന്നാൽ വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു ആഹ്വാനപ്രകാരം അധികാരികൾക്കെതിരെ, ഈ JNU അധികാരികൾക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരെ ജയിലിൽ കൊണ്ടുവരികയും അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്ത് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണെന്ന് സ്റ്റുഡൻസിന് മനസ്സിലായി തുടങ്ങി. അതേസമയം ഉച്ചയായതോടുകൂടി
പുറത്തുള്ള JNU വിദ്യാർത്ഥികൾ പലരും അവിടെ എത്തിത്തുടങ്ങി. തിഹാർ ജയിലിൽ അകത്തുള്ള വിദ്യാർത്ഥികളെ കാണുവാനായിട്ട് അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ സീതാറാം യെച്ചൂരിയെ പോലെ SFIയുടെ നേതാവ്, അന്ന് AISFൻ്റെ നേതാവായിരുന്ന അമർജീത് കൗർ, അങ്ങനെ പല ഡൽഹിയിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെല്ലാം അവിടെ വന്നെത്തി അകത്തുള്ള JNU വിദ്യാർത്ഥികളെ കാണുകയും ഈ JNU വിദ്യാർത്ഥികളിൽ JNU സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, സെക്രട്ടറി ഉണ്ടായിരുന്നു, വൈസ് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ JNU സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളും തിഹാർ ജയിലിനകത്തായിരുന്നു. അതിൽ വനിതകളുണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു. തിഹാർ ജയിലിന് 2 വിങ്സ് ഉണ്ട്, മെൻസ് വിങ്ങും വിമൻസ് വിങ്ങും. അപ്പോൾ വിമൻസ് വിങ്ങിൽ ഏകദേശം 100 പെൺകുട്ടികളുണ്ടായിരുന്നു. ബാക്കി ഒരു 900ഓളം പുരുഷന്മാർ തിഹാർ ജയിലിൻ്റെ മെൻസ് ജയിലിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ പുറമേ നിന്ന് വന്ന് അകത്തുള്ള വിദ്യാർത്ഥികളെ കാണുകയും അവർക്ക് വേണ്ട ഇതുപോലത്തെ ടൂത്ത് ബ്രഷോ ടൂത്ത് പേസ്റ്റോ സോപ്പോ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും, ചിലപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് പ്രത്യേകം ഭക്ഷണം, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു സിഗരറ്റ്, ഇങ്ങനെ പുറത്തുള്ള JNU സ്റ്റുഡൻസ് എല്ലാവരും കൂടി വലിയ തോതിൽ അകത്തുള്ള സ്റ്റുഡൻസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി അവിടെ തിഹാർ ജയിലിൽ വന്ന് ആദ്യത്തെ ദിവസം കണ്ടു. അത് കഴിഞ്ഞ് എന്നും വലിയ തോതിൽ JNU സ്റ്റുഡൻസ് പുറമേ നിന്നും അകത്ത് വന്ന് അകത്തുള്ളവരെ കാണുകയായിരുന്നു. അപ്പോൾ ഡൽഹി അഡ്മിനിസ്ട്രേഷനും പോലീസുകാരും ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ദിവസവും അവർ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ചാർജുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരും. ആദ്യത്തെ ദിവസം 2 IPCയിലെ 2 പ്രൊവിഷൻസ് പ്രകാരമാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതെങ്കിൽ അടുത്ത ദിവസം 2 കൂടെ ചേർക്കും, അതിൻ്റെ അടുത്ത ദിവസം 2 കൂടെ ചേർക്കും. ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ജയിലിനകത്ത് തന്നെ ഇരുത്തുക, അവരെ ബെയിൽ മേടിച്ച് പുറത്ത് വരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതേസമയം അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഡൽഹി അഡ്മിനിസ്ട്രേഷനും JNU അതോറിറ്റീസും കൂടെ ഒരു തീരുമാനം എടുത്തിരുന്നു. JNU ക്യാമ്പസ് മുഴുവൻ കാലിയാക്കാൻ പോവുകയാണ്. എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ ഹോസ്റ്റൽസിൽ നിന്നും എവിക്റ്റ് ചെയ്ത് JNU കംപ്ലീറ്റ് ആയിട്ട് അടച്ചിടാൻ പോവുകയാണ്. ഇത് JNUവിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ഉണ്ടാകുന്നത്. ആ ഒരു തീരുമാനം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥി നേതാക്കന്മാരെല്ലാം പുറത്തു വന്നാൽ അവിടെ വീണ്ടും പ്രശ്നമുണ്ടാവും, അവിടെ വീണ്ടും ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ JNU കാലിയാക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നവർ ഇവർ ജയിലിനകത്തിരിക്കട്ടെ, അതിനുവേണ്ടി എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കണോ ആ തന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ച് ഈ വിദ്യാർത്ഥികളെ തിഹാർ ജയിലിനകത്ത് പരമാവധി സമയം നിലനിർത്താനുള്ളൊരു തീരുമാനം അന്നത്തെ ഡൽഹി അഡ്മിനിസ്ട്രേഷനും JNU അതോറിറ്റീസും കൂടി എടുത്തു. ഈ സമയത്താണ് ഈ എല്ലാ ദിവസവും പുറമേ നിന്ന് വിദ്യാർത്ഥികൾ വന്ന് JNU വിദ്യാർത്ഥികളെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് പുറമേ നിന്ന് ആരോ ഒരു വിദഗ്ധൻ, ആരോ ഒരു മിടുക്കൻ, അവൻ പെട്ടെന്ന് കണ്ടുപിടിച്ചു ഈ അകത്തേക്ക് പുറമേ ഉള്ള ആൾക്കാർ വരുമ്പോൾ ഒരു കോമൺ ഏരിയ ഉണ്ട്. അപ്പോൾ പുറമേ നിന്നുള്ള ആൾക്കാർ ആ കോമൺ ഏരിയയിലേക്ക് വരുന്നു, അകത്തുള്ളവർ ആ കോമൺ ഏരിയയിലേക്ക് വരുന്നു. പുറമേ നിന്നും വന്ന ആളെ അടയാളപ്പെടുത്താൻ ആ രാത്രി വരുമ്പോൾ ഒരു റബ്ബർ സ്റ്റാമ്പാണ് കയ്യിൽ വയ്ക്കുന്നത്. അപ്പോൾ ഡൽഹി മെയ് മാസത്തെ ചൂടിൽ ആ ഉഷ്ണതരംഗത്തിൽ ആ റബ്ബർ സ്റ്റാമ്പ് വേറെ ആരുടെയെങ്കിലും കയ്യിൽ ഇങ്ങനെ തൊട്ടാൽ മതി, അത് മറ്റാളുടെ കയ്യിലും പതിഞ്ഞു വരും. അപ്പോൾ പെട്ടെന്ന് വലിയൊരു വിഭാഗം ജയിലിനകത്തുണ്ടായിരുന്ന ആൾക്കാർ കണ്ടുപിടിച്ചു ഈ പുറമേ നിന്ന് വരുന്ന ആൾക്കാരുടെ കയ്യിൽ തൊട്ടാൽ മതി, അവർക്കും ഈ അടയാളം കിട്ടും, ഈ അടയാളം കാണിച്ച് അവർക്കും നടന്ന് തിഹാർ ജയിലിൽ നിന്നും പുറത്തേക്ക് പോകാം എന്നുള്ളത്. അപ്പോൾ ഏകദേശം 900 സ്റ്റുഡൻസ് തിഹാർ ജയിലിൽ ഉണ്ടായിരുന്ന സംഭവത്തിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ, അത് തിഹാർ ജയിൽ അതോറിറ്റീസിന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. അവർക്ക് ഒരു റോൾ കോൾ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം പോലും ജയിലിനുള്ളിലുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എങ്ങനെയോ അവർ മനസ്സിലാക്കി 300ഓളം വിദ്യാർത്ഥികൾ മിസ്സിംഗ് ആണ്. അത് മെൻസ് ജയിലിൽ മാത്രമല്ല, വിമൻസ് ജയിലിൽ നിന്നും ഒരു 50ഓളം ആൾക്കാർ ഇതുപോലെ ഈ റബ്ബർ സ്റ്റാമ്പ് മാറ്റി ഒട്ടിച്ച് ജയിലിൽ നിന്നും നടന്ന് പുറത്തേക്ക് ഇറങ്ങി. അടുത്ത ദിവസം അന്നത്തെ ഡൽഹിയിലെ എല്ലാ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സിലും, ഹിന്ദുസ്ഥാൻ ടൈംസിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും എല്ലാമുള്ള തലക്കെട്ട്, തിഹാർ ജയിൽ സൂപ്പറിൻറ്റൻഡൻറ്റ് ആൻഡ് 5 ഓഫീസേഴ്സ് സസ്പെൻഡഡ്. Over 300 JNU students walk out of Tihar jail to freedom. നടന്ന്
സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിപ്പോയി എന്നാണ് അന്നത്തെ പത്രങ്ങളുടെ തലക്കെട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സുധീർ ധർ എന്ന പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒരു കാർട്ടൂൺ വരച്ചു. ഒരു നമ്മൾ യു പിയിലെ ചമ്പലിലെല്ലാം കാണുന്ന പോലത്തെ ഒരു വലിയൊരു ഗുണ്ട തലവൻ, മീശയുണ്ട്, പുറകിൽ തോക്കുണ്ട്, തടിയൻ മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുന്നു. അവൻ JNU ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് അവിടെ ഒരു മെലിഞ്ഞ ഒരു പെൺകുട്ടി നിൽക്കുന്നു, പുറകിലൊരു ബാക്ക് പാക്കുണ്ട്. ആ പെൺകുട്ടിയോട് അവൻ കൈ കോർത്തുകൊണ്ട് ചോദിക്കുവാണ്, ബഹൻജി ഹമേ ബി സിഖാവോ തിഹാർ ജയിൽ സെ കൈസെ ഭാഗ് സക്തേ ഹൈ. പെങ്ങളെ, ഞങ്ങളെയും പഠിപ്പിച്ചു തരൂ, തിഹാർ ജയിൽ സെ കൈസെ ഭാഗ് സക്തേ ഹൈ, തിഹാർ ജയിലിൽ നിന്നും എങ്ങനെ ഓടി രക്ഷപ്പെടുവാൻ സാധിക്കും എന്നുള്ളത്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മറ്റൊരു രസകരമായ കഥ എന്ന് പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്ന വിഷ്ണുപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി വനിതാ ജയിലിലായിരുന്നു, SFIയുടെ നേതാവായിരുന്നു. വിഷ്ണുപ്രിയയുടെ കല്യാണം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നടക്കാനായിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടത്തി അവർ ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അവർ കല്യാണം കഴിക്കാൻ ഇരുന്നതും JNU സ്റ്റുഡൻസ് യൂണിയൻ്റെ മുൻ പ്രസിഡൻ്റായ ഭാസ്കർ എന്ന് പറയുന്ന, വിഷ്ണുപ്രിയ ബംഗാളിയായിരുന്നു, ഭാസ്കർ തമിഴ്നാടുകാരനാണ്. അപ്പോൾ കല്യാണം ഈ വിദ്യാർത്ഥി സമരവും തിഹാർ ജയിലിലെ പോക്ക് കാരണം മുടങ്ങി. അപ്പോൾ കല്യാണം മുടങ്ങിയപ്പോൾ അവർ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാലും പാർട്ടി ഈ ഭാസ്കറിൻ്റെ അമ്മുമ്മയെ എങ്ങനെ ധരിപ്പിക്കും, മരുമകൾ ചെന്നൈയിൽ എത്താൻ സാധിച്ചിട്ടില്ല, അവർ ജയിലിലായിരുന്നു എന്നൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അവരെ എങ്ങനെയെങ്കിലും പാർട്ടിയെയും മറ്റു കുടുംബാംഗങ്ങളെയും പറഞ്ഞു ബോധിപ്പിച്ചു ഇതൊരു അപ്രതീക്ഷിത സംഭവമാണെന്നുള്ളത്. പക്ഷേ അന്നത്തെ പെൺകുട്ടികളെല്ലാവരും കൂടി തീരുമാനിച്ചു, വിഷ്ണുപ്രിയയ്ക്ക് ചെന്നൈയിൽ പോയി കല്യാണം കഴിക്കാൻ സാധിച്ചില്ല എന്ന് വരും, എന്നാൽ ഞങ്ങൾ തിഹാർ ജയിലിനുള്ളിൽ ഒരു മോക്ക് കല്യാണം നടത്താൻ പോവാണ്. അവരുടെ പെൺകുട്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഒരു ആളെ തിരഞ്ഞെടുത്ത് അയാൾ ഭാസ്കറിൻ്റെ സ്ഥാനത്തിൽ വരനായി നിൽക്കുകയും വിഷ്ണുപ്രിയ വധുവായി നിൽക്കുകയും ആ വനിതാ ജയിലിനുള്ളിൽ ഒരു ഇമാജിനറി കല്യാണം അല്ലെങ്കിൽ ഒരു മോക്ക് കല്യാണം അവിടെ നടത്തി. അവർ ആ കല്യാണം അത് നടക്കേണ്ട അതേ ദിവസവും അതേ സമയവും ജയിലിനുള്ളിൽ ആഘോഷിച്ചു. മറ്റൊരു കഥ അവിടെ പറയാനുള്ളത്, ഈ ഞങ്ങൾ വിദ്യാർത്ഥികൾ അകത്തേക്ക് ചെന്നപ്പോൾ ആദ്യം ഞങ്ങൾ C കാറ്റഗറി പ്രിസണേഴ്സായിട്ടാണ് തരം തിരിച്ചിരുന്നത്. ഈ C കാറ്റഗറി എന്താണെന്നുള്ളത് ഞങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അന്ന് അറിയില്ലായിരുന്നു. C കാറ്റഗറി എന്ന് പറയുന്നത് ഏറ്റവും B കാറ്റഗറി ഉണ്ട്, C കാറ്റഗറി ഉണ്ട്, പിന്നെ A കാറ്റഗറി ഉണ്ട്. അപ്പോൾ C കാറ്റഗറി എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള പ്രിസണേഴ്സിനാണ് പറയുന്നത്. അവർക്ക് യാതൊരു ആനുകൂല്യവുമില്ല. പക്ഷെ സിയിൽ നിന്നും B കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ടൂത്ത് ബ്രഷ് കിട്ടും, നമുക്ക് ടൂത്ത് പേസ്റ്റ് കിട്ടും, നമുക്ക് വായിക്കാൻ പത്രം കിട്ടും, നമ്മൾ ചോദിച്ചാൽ പേപ്പർ കിട്ടും, പേന കിട്ടും, ഇങ്ങനെ പല ആനുകൂല്യങ്ങളുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ജയിലിൽ ചെന്ന് ഏകദേശം 2 ദിവസം ആകുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും B കാറ്റഗറി നമുക്ക് ലഭിക്കും എന്നുള്ളത്. പിന്നെ അത് ജയിൽ അധികൃതർക്ക് പെറ്റീഷനൊക്കെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരെയും B കാറ്റഗറി ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടു. ഞാനിത് എടുത്തു പറയുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, അന്ന് ഞാൻ 83-ലെ കാര്യമാണ് പറയുന്നത്, പക്ഷെ അന്നും ഈ വിദ്യാഭ്യാസത്തെ ആശ്രയിച്ച് ജനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ജയിലിൽ പോകുന്നവർ തമ്മിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. പാവപ്പെട്ട പഠിക്കാൻ അവസരം കിട്ടാത്ത ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഒരു തേർഡ് റേറ്റ് ട്രീറ്റ്മെൻറ്റാണ്
ലഭിക്കുന്നത്. എന്നാൽ കോളേജിൽ പോകാനുള്ള ഭാഗ്യമുണ്ട്, ഒരു ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ഒരുപാട് ആനുകൂല്യങ്ങൾ വരും. പിന്നെ അതിനേക്കാൾ ഞാൻ പറഞ്ഞല്ലോ, ചാൾസ് സോബരാജ് അവിടെ ജീവിച്ചിരുന്ന സമയമാണ്. ഇപ്പോൾ ചാൾസ് സോബരാജിൻ്റെ സെല്ലിൽ പുള്ളിക്ക് ടെലിവിഷൻ ഉണ്ടായിരുന്നു, മദ്യം വരും, എന്താവശ്യം ഉണ്ടെങ്കിലും അതെല്ലാം പുള്ളിക്ക് എത്തുമായിരുന്നു. ബിക്കോസ് പുള്ളിക്ക് പണം ഉണ്ടായിരുന്നു, അത്രയ്ക്ക് ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു പുള്ളി. ആ തിഹാർ ജയിൽ ജീവിതത്തിലെ മറ്റൊരു രസകരമായ സംഭവം എന്ന് പറഞ്ഞത് ഈ സിവിൽ സർവീസസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ അകത്തിയെന്നു. അവർ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇത്രയും നീണ്ടുപോകും അവരുടെ ജയിലിനുള്ളിലുള്ള ജീവിതം എന്ന്. കുറച്ചുപേര് നടന്ന് പുറത്തിറങ്ങി, എന്നാൽ ബാക്കിയുള്ളവർ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട പുസ്തകങ്ങളും ഗൈഡ് ബുക്സും സിവിൽ സർവീസ് പഠനം മുഴുവൻ ജയിലിനുള്ളിൽ നിന്നാണ് അവർ നടത്തിയത്. അവരിൽ വലിയൊരു വിഭാഗം ആൾക്കാർ അതിനുശേഷം ബെയിലെടുത്ത് പുറത്ത് വന്ന ശേഷം പോയി ജൂണിൽ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം എഴുതി IASലും IPSലും ഫോറിൻ സർവീസിലും എല്ലാം ചേരാനായിട്ട് അവസരമുണ്ടായി. അപ്പോൾ എന്താണ് ഈ തിഹാർ ജയിൽ ആ സമയത്ത് ഒരു സിവിൽ സർവീസ് പഠന കേന്ദ്രം ആയി പോലും JNU വിദ്യാർത്ഥികൾക്ക് മാറ്റുവാൻ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ JNUവിൽ ചെന്ന് 2ാമത്തെ വർഷം ആണ് ഈ തിഹാർ ജയിൽ സംഭവം നടക്കുന്നത്. ആ സമയത്ത് തിഹാർ ജയിലിൽ പോകുന്ന അവസരത്തിൽ ഞാൻ സരോജ് എന്ന് പറഞ്ഞ ഡാർജിലിംഗ് സ്വദേശിയായ ഇന്ന് എൻ്റെ ഭാര്യയായ പെൺകുട്ടിയുമായി സ്നേഹത്തിലായിരുന്നു. അപ്പോൾ ഞാൻ തിഹാർ ജയിലിലെ പുരുഷന്മാരുടെ ജയിലിൽ വന്നപ്പോൾ സരോജും തിഹാർ ജയിലിലെ സ്ത്രീകളുടെ ജയിലിൽ പോവുകയുണ്ടായി. അടുത്ത ദിവസം പുറമേയുള്ള വിദ്യാർത്ഥികൾ വന്ന കൂട്ടത്തിൽ ഒരുപാട് ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്നെ വന്ന് പുരുഷന്മാരുടെ ജയിലിൽ കാണുകയും സരോജിനെ ചെന്ന് വനിതകളുടെ ജയിലിൽ പോയി കാണുകയുണ്ടായിരുന്നു. ഞാനും സരോജും തമ്മിൽ ഓൾറെഡി സൗഹൃദമുണ്ടായിരുന്നു, സ്നേഹബന്ധം തുടങ്ങിയിരുന്നു. എന്നാൽ ആ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാനുള്ള വലിയൊരു കാരണം ഈ തിഹാർ ജയിലിലെ അനുഭവമായിരുന്നു. അതുപോലെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഞാൻ ചെറിയ തുണ്ട് കടലാസുകളിൽ സരോജിനോട് ചെറു പ്രേമലേഖനങ്ങൾ അല്ലെങ്കിൽ ചെറു മെസ്സേജുകൾ എഴുതി സുഹൃത്തുക്കളുടെ അടുത്ത് കൊടുക്കും. അവരത് കൊണ്ടുപോയി വനിതാ ജയിലിൽ സരോജിനെ ഏൽപ്പിക്കും. സരോജ് അത് വായിച്ചിട്ട് എനിക്ക് മറുപടി തരും. അത് അവരതുപോലെ അടുത്ത ദിവസം പുരുഷന്മാരുടെ ജയിലിൽ കൊണ്ട് എന്നെ കാണിക്കും. ഇതുപോലെ പലരും ആ സമയത്ത് വനിതാ ജയിലിലുണ്ടായിരുന്നവരും പുരുഷന്മാരുടെ ജയിലിലുണ്ടായിരുന്നവരും പലരും തമ്മിൽ സ്നേഹബന്ധമുണ്ടായിരുന്നു, സൗഹൃദബന്ധമുണ്ടായിരുന്നു. ഞങ്ങളിൽ പലരും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നവരായിരുന്നു. സരോജ് ഡാർജിലിംഗ് സ്വദേശിയായിരുന്നു, വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്. എന്നെക്കാൾ ഒരു വർഷം സീനിയറായിരുന്നു. സരോജിൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററി ആയിരുന്നു, എന്നാൽ എൻ്റെ സബ്ജക്റ്റ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായി പരിചയപ്പെട്ടത് ഞാൻ വന്നു ചേർന്ന വർഷം തന്നെയായിരുന്നു. 1981 മഹാരാജാസ് കോളേജിൽ നിന്നും BA പൊളിറ്റിക്സ് പഠനം പൂർത്തിയാക്കി ഞാൻ ഡൽഹിയിൽ ചെന്ന് MA ഇൻ്റർനാഷണൽ സ്റ്റഡീസിൽ JNUവിൽ ചേർന്നു. ഞാൻ ചേർന്ന വർഷം തന്നെ അന്ന് അവിടെ ഈ NSUI എന്ന് പറഞ്ഞ ഒരു സംഘടന ഇല്ലായിരുന്നു JNUവിൽ, ABVPയും ഇല്ലായിരുന്നു. ഏറ്റവും പ്രധാന വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് SFIയും അവരോടൊപ്പം ചേർന്ന് AISFും മറ്റു കുറേ ഇടതുപക്ഷ സംഘടനകളും ബീഹാറിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചില സോഷ്യലിസ്റ്റ് സംഘടനകളുണ്ടായിരുന്നു. എന്നാൽ പ്രധാന പ്രതിപക്ഷം SFIയോടുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞ സംഘടനയായിരുന്നു. അപ്പോൾ ഞാൻ JNUവിൽ ചെന്ന് ചേർന്ന ശേഷം ഈ ഫ്രീ തിങ്കേഴ്സിലെ പല സുഹൃത്തുക്കളും എന്നെ വന്ന് സമീപിച്ചു. അവർക്ക് വാർത്ത എത്തിയിരുന്നു. ഞാൻ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. മഹാരാജാസ് കോളേജിലെ യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, KSUവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ അവർക്ക് എന്നെ എലക്ഷൻ മത്സരിപ്പിക്കണം എന്നെല്ലാം ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം ഫ്രീ തിങ്കേഴ്സിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. അപ്പോൾ ഈ ഫ്രീ തിങ്കേഴ്സിൻ്റെ ഒരു വളരെ സജീവ മെമ്പറായിരുന്നു സരോജ്. ഞാൻ ഫ്രീ തിങ്കേഴ്സിൻ്റെ ചില മീറ്റിങ്ങിലൂടെയാണ് ആദ്യം സരോജിനെ കണ്ടുമുട്ടുന്നത്, സരോജിനെ അടുത്തറിയുന്നത്. ഞാൻ JNUവിൽ പഠിച്ചിരുന്ന ആദ്യത്തെ ഒരു വർഷം ഞങ്ങൾ വെറും ഫ്രണ്ട്സായിരുന്നു, സഹപ്രവർത്തകരായിരുന്നു. ഞങ്ങളെല്ലാവരും ഇലക്ഷന് ക്യാമ്പയിൻ ചെയ്യുമായിരുന്നു. ഞാൻ ഇലക്ഷൻ മത്സരിച്ചു.
SFIയെ തോൽപ്പിച്ചുകൊണ്ട് എനിക്ക് വൈസ് പ്രസിഡൻ്റായി ഞാൻ ചെന്ന് ചേർന്ന ആ ഫസ്റ്റ് ഇയറിൽ തന്നെ അവിടെ ജയിക്കുവാൻ സാധിച്ചു. യൂണിയനിലെ മറ്റെല്ലാ സ്ഥാനങ്ങളും SFI ആണ് ജയിച്ചത്, SFI AISF കൂട്ടുകെട്ട്. എന്നാൽ എനിക്ക് മാത്രം ഫ്രീ തിങ്കേഴ്സിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുവാൻ സാധിച്ചു. അതിനുശേഷം അവിടെ ഈ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ SFIയും ഫ്രീ തിങ്കേഴ്സും തമ്മിലൊന്നും തർക്കങ്ങളില്ല. എല്ലാവരും ഒരുമിച്ച് സ്റ്റുഡൻസ് യൂണിയന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് JNUയുടെ ഒരു പാരമ്പര്യം. അങ്ങനെ ഞാൻ ഒരു വർഷം വളരെ സജീവമായിട്ട് JNUയുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ആ വർഷത്തിൻ്റെ അവസാനത്തോടുകൂടി ഞാൻ വല്ലാതെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും മടുത്തു. ഞാൻ ഓരോ ദിവസവും എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൊരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ടായി. അത് കാരണം ഞാൻ രണ്ടാമത്തെ വർഷം പലരും എന്നെ പ്രസിഡൻ്റായി മത്സരിക്കണം എന്ന് നിർബന്ധിച്ചെങ്കിലും ഞാൻ ഇലക്ഷനില്ല, മത്സരത്തിനില്ല എന്ന് പറഞ്ഞ് വിട്ടുമാറി നിന്നു. അപ്പോൾ ആ വിട്ടുമാറിയിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ സരോജുമായി കൂടുതൽ അടുക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, താല്പര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നാടകങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത പ്രണയബന്ധത്തിലെത്തിയിരുന്ന സമയത്താണ് ഈ തിഹാർ ജയിൽ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പി ഗോവിന്ദപിള്ള അന്ന് CPMൻ്റെ വലിയൊരു നാഷണൽ കൺവെൻഷൻ കൽക്കട്ടയിൽ നടക്കുന്ന സമയമാണ്. അദ്ദേഹം അതിൽ പങ്കെടുക്കാനായിട്ട് കൽക്കട്ടയിലേക്ക് പോയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും CPM പാർട്ടി കാഡറിന് വേണ്ടി കൺവെൻഷൻ കഴിഞ്ഞ് കൊച്ചിയിലേക്ക് വരാനായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ട്രെയിനിൽ ഒരു ടിക്കറ്റ് സരോജിൻ്റെ പേരിൽ മാറ്റിയെടുത്ത് അവരുടെ പാർട്ടി കൺവെൻഷൻ നടക്കുന്ന സോൾട്ട് ലേക്ക് സിറ്റിയിൽ അത് സൂക്ഷിച്ചു വെച്ച് സരോജിനെ അറിയിച്ചു, ഗുവാഹട്ടിയിൽ നിന്നും ഫ്ലൈറ്റ് എടുത്ത് കൽക്കട്ടയിൽ വന്നാൽ ആ സോൾട്ട് ലേക്ക് സിറ്റിയിൽ പോയി ഈ ടിക്കറ്റ് കളക്ട് ചെയ്യാം, എന്നിട്ട് ട്രെയിനിൽ കയറി കൊച്ചിയിലേക്ക് വരാമെന്നുള്ളത്.